ആ പരിപാടിക്ക് പരിഹരിക്കാൻ പറഞ്ഞു. എന്താണ് പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം, ഇടയ്ക്കര പഞ്ചായത്തിന് SMS ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫോണിൽ എല്ലാവരും ഏകദേശം ഉണ്ടാവും. എന്നെ ഇങ്ങോട്ട് പോയി. അത് എന്തിനാന്ന് എനിക്ക് അറിയണം. രണ്ടാമത്തത്, ഉസ്താദിനെ പറയും ഈ SMS-ന്റെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ട ഒന്ന് പറയാം. ഇത് ഞാന് ഒരു മഹലിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇർഷാദ് ഇപ്പോൾ സംഘം പള്ളിപ്പോയി. അതില് ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, 2 ജോയിന്റ് സെക്രട്ടറി, 2 വൈസ് പ്രസിഡന്റ്, ഒരു ട്രഷററാണ്. ആർക്കാണ് ഒരു മെമ്പർഷിപ്പ് കൊടുത്തതെന്ന് അവതരിപ്പിച്ചാൽ ഈ പ്രാദേശിക സംഘടനാ വിഷയങ്ങളെ കുറിച്ച് ഈ മേഖല കമ്മിറ്റി ആളുകൾ പറയും. ഞാൻ അദ്ദേഹം പറഞ്ഞ ഇവിടെ ആർക്കും ഭരണകൂടം വഴിയൊരുക്കിയെന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയാൽ വഴിയൊരുക്കിയെന്ന് പറഞ്ഞില്ല. അവർ അപ്പോഴും അവരെ കാര്യം നേടുന്നേ പറഞ്ഞു. അത് നമ്മൾ വെച്ചാൽ ആര് വെച്ചാൽ എന്താ കാരണം അവർ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് അവർക്ക് നേടാൻ കഴിയുമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. വഴിയൊരുക്കിയുള്ള അവരെ സംബന്ധിച്ച് ഈ പറയുന്നത് എനിക്ക് പറയേണ്ട ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ നിലപാടാണ് പറഞ്ഞത്. അവർ പ്രവർത്തിക്കുന്നു, അവരതിനു വേണ്ടി ആസൂത്രണം ചെയ്യുന്നു. ആസൂത്രണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മികവ് കാണും. അതിനിപ്പോ ഏത് ഭരണകൂടം വന്നാലും ശരി അവരവരുടെ കാര്യം. എന്താ കാരണം? അവരതിന് വേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, അതവരെ കഴിവോടും പറഞ്ഞു. അത് പറഞ്ഞു അതവരെ കഴിവാണ്, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ സർക്കാരിനെ കുറിച്ച് പറയാം, അവര് കൂടുതൽ ജോലികളുണ്ട്. അത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം അവരുടെ കഴിവാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കൂല, മറ്റുള്ളവർ നേടുന്നവരെ കുറ്റപ്പെടുന്ന കാര്യം. അവര് നേടുന്നത് അവരെ കഴിവുകൊണ്ടാണ്. എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്, ആദ്യം പറയുന്നതല്ല. അല്ലാതെ ഒരു കൂട്ടർക്ക് വഴിയൊരുക്കിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി കൂട്ടർ അങ്ങനെ ചെയ്യുന്നുള്ള പരാമർശം നമുക്കില്ല. അത് നമ്മുടെ നാടകമല്ല, അത് വേറെ സ്ഥലത്ത് പറയണ്ടത്, അതിവിടെ പറയണ്ടല്ല, അത് നമ്മൾ പറയാറുമില്ല. അപ്പൊ ഞാനൊക്കെ രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ, രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ പറഞ്ഞ മതപരമായ കാര്യങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അതാണ് നമ്മുടെ കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, ഇപ്പൊ സമസ്ത തീരുമാനത്തിൽ എല്ലാവരും അംഗീകരിക്കണം, നമ്മളും അംഗീകരിക്കണം, അവരും അംഗീകരിക്കണം. അതിൽ ആർക്കൊരു തർക്കമില്ല. അത് ഉസ്താദുമാർ അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ച് ഉസ്താദുമാർ ചർച്ച ചെയ്ത് തൊട്ടടുത്ത ദിവസം ചർച്ച ചെയ്തു, ചർച്ച ചെയ്തു. അപ്പൊ ഈ വിഷയം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഉസ്താദുമാര് വളരെ താല്പര്യത്തോടുകൂടി ഒരു ചർച്ച വെച്ച് ആ വിഷയത്തിൽ അവർ തീരുമാനം അന്തിമമായി എന്ത് പറയുന്നോ നമ്മൾ അംഗീകരിക്കും. മുഷാവറ എടുത്ത തീരുമാനത്തിന് ശേഷമാണ് മസ്ലത്തെ ഇപ്പോഴത്തെ വിളിച്ചു. ആ മസ്ലത്തെ വലിയ സിറ്റിംഗ് ആണ് തൊട്ടടുത്ത ദിവസം. എനിക്ക് കൃത്യം ഞാൻ പറയാതിരിക്കാം, അത് സിറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ അവർ ഈ വിഷയത്തിൽ വളരെയധികം ജാഗരൂകരായി നിൽക്കുമ്പോൾ അവർ അവസാനമായി നമ്മളോട് പറയുന്നത് ഇങ്ങനെ ചെയ്തു. അതേപോലെ പിന്നെ മറ്റൊന്ന്, ഇപ്പോ നമ്മളിവിടെ ഈ ക്യാമ്പിലൊക്കെ എവിടെയും സമസ്ത തീരുമാനത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പറയുന്നില്ലല്ലോ. ബാക്കി പ്രാദേശിക സമസ്ത എടുത്ത തീരുമാനത്തിൽ ആർക്കും ഒരു തർക്കമല്ല, ഒരു തർക്കവും നോക്കില്ല. അങ്ങനെ ഇനി ബാക്കി ഉണ്ടെന്ന കാര്യം ഹലോ ഹലോ ഒരു കാര്യം, ആരെങ്കിലും 1 or 2 ആള് വിചാരിച്ച് യോഗം കലക്കാൻ ശ്രമിക്കുന്നത് നടക്കൂല. ഉണ്ടാക്കി നിങ്ങളവിടെ എത്തി എന്തെങ്കിലും പറഞ്ഞേ, നിങ്ങളവിടെ ഇരുന്നാ മതി, പറ്റുമെങ്കിൽ ഇരുന്നാ മതി. അതൊന്നും നടക്കൂല. ഇതെന്താ വിഷയത്തിൽ ഒരാൾ മാത്രം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ മുഴുവൻ പിന്നെ ബുദ്ധിയോടാക്കി ഇന്നോടെ പറ്റൂല. ഒന്ന് മനസ്സിലാക്കി, നിങ്ങൾ പറഞ്ഞ സമാധാനത്തോടെ പറഞ്ഞു. നിങ്ങളെന്നെ ചോദിച്ചു, നിങ്ങൾ പരിപാടികൾ നടക്കൂല. അതിന് പറ്റുമോ ഇരുന്നാൽ മതി. ഇത് സമസ്തന്റെ യോഗമാണ്. അതല്ലേ, അത് ഒരാൾക്ക് മാത്രമായിട്ട് വിശദീകരിക്കാൻ പല ഏർപ്പാടുകൾ നടക്കൂല. ഒന്ന് ഒരു സദസ്സിനെ മാനിക്കണം, ഒന്നാണ് സദസ്സിനെ മാനിക്കണം. നിങ്ങളൊരു മൂല്യനെ പക്വത കാണിക്കണം. വേറെ മുഖത്തിലേക്ക് ഹലോ ആരും വിചാരിച്ചു നടത്താനൊന്നും പറ്റില്ല, അതൊന്നും കഴിയില്ല. അതൊന്നും നടക്കൂല. കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറഞ്ഞല്ലോ, വളരെ വിശദമായി ഒരു കാര്യം മനസ്സിലാക്കണം. 1000 ആരെങ്കിലും പുണ്യം മതി.
നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രീതിയാണ്. ഇവിടെ ആരെങ്കിലും വന്നിട്ട് വിഷയം ഉണ്ടാക്കാനുള്ള നടക്കുന്ന കാര്യമില്ല, നടക്കില്ല. ചോദിച്ചു മറുപടി പറഞ്ഞു. പക്ഷെ അതെന്നെ തുടർന്ന് വൈകുന്നേരം വരെ കൊണ്ടുവരാൻ അതൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല. ഇതൊരു ഔദ്യോഗിക സംഘടന നടത്തുന്ന സംവിധാനം, സുന്നി കോർപ്പറേഷൻ അകത്തിലെ മേഖല കമ്മിറ്റി നടത്തുന്ന സംവിധാനം. ഇതിൽ ചില അടുക്കും ചിട്ടയൊക്കെ പാടും. എന്തെങ്കിലും വന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആദ്യം ക്ഷമ കാണിക്കണം. ഇന്നൊരാളായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് മൂല്യന്മാരെ തിരിച്ചു കണ്ട് വേറെ കൂടുതൽ പറയുന്ന അവസ്ഥ അത് മനസ്സിലാക്കി തന്നത് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചോര